നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. കൊറോണ വെല്ലുവിളികളെ പിന്നിട്ട് സൗദിയിൽ ഇനി എല്ലാം പഴയതുപോലെ ആകുകയാണ്. കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ കൊണ്ടുവന്ന ഏതാണ്ട് എല്ലാ നിയന്ത്രണങ്ങളും ഇന്നലെ, അതായത് ശനിയാഴ്ച മുതൽ തന്നെ ഒഴിവാക്കിയതായി ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. ഇനി മുതൽ സാമൂഹ്യ അകലം പാലിക്കൽ, പൊതു ഇടങ്ങളിൽ മാസ്ക് ധരിക്കൽ, യാത്രക്കാർക്കുള്ള PCR ടെസ്റ്റുകൾ, ക്വാറന്റൈൻ വ്യവസ്ഥകൾ, സ്ഥാപനങ്ങളിലെ പ്രവേശന നിയന്ത്രണങ്ങൾ തുടങ്ങിയവയെല്ലാം ഒഴിവാക്കിയവയിൽ ഉൾപ്പെടുന്നതാണ്. കോവിഡിനെതിരായ വാക്സിനേഷൻ എടുത്തിരിക്കണം എന്ന നിബന്ധന മാത്രമാണ് സൗദിയിലേക്കുള്ള യാത്രക്കാർ ഇനി മുതൽ പാലിക്കേണ്ടത്. കോവിഡ് വ്യാപനം വലിയ തോതിൽ കുറഞ്ഞ സാഹചര്യത്തിലാണ് രാജ്യം കോവിഡ് പൂർവ്വസ്ഥിതിയിലേക്ക് തിരിച്ചു പോകുന്നതിനുള്ള നടപടികൾ വേഗത്തിലാക്കിയത്. എന്നാൽ രാജ്യത്ത് കോവിഡ് പ്രതിരോധ ആപ്പായ തവൽക്കന ആപ്പിന്റെ ഉപയോഗം തുടരുന്നതായിരിക്കും. രാജ്യത്തേക്ക് വരുന്നവർക്ക് ഇനി മുതൽ സ്ഥാപന ക്വാറന്റൈനോ ഹോം ക്വാറന്റൈനോ ആവശ്യമില്ലെന്ന് ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കി. യാത്രയ്ക്ക് മുമ്പും ശേഷവുമുള്ള PCR ടെസ്റ്റിലെ നെഗറ്റീവ് സർട്ടിഫിക്കറ്റും ആവശ്യമില്ല. എന്നാൽ സന്ദർശക വിസകളിൽ വരുന്നവരെല്ലാം നേരത്തെയുള്ള ഇൻഷുറൻസിന് പുറമെ കോവിഡുമായി ബന്ധപ്പെട്ട ആരോഗ്യ ഇൻഷുറൻസും എടുത്തിരിക്കണം. 90 റിയാൽ മുതലാണ് കോവിഡ് ഇൻഷുറൻസ് തുക. കോവിഡ് ബാധിച്ചാലുള്ള ചികിത്സ ഉൾപ്പെടെ കവർ ചെയ്യുന്ന രീതിയിലുള്ള ഇൻഷുറൻസ് ആയിരിക്കണം ഇത്. പൊതുയിടങ്ങളിലും അടച്ചിട്ട പ്രദേശങ്ങളിലും ഇനി മുതൽ സാമൂഹിക അകലം പാലിക്കേണ്ടതില്ലെന്നും ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. മസ്ജിദുൽ ഹറാം, മസ്ജിദുൻ നബവി, മറ്റു പള്ളികൾ എന്നിവിടങ്ങളിൽ ഉൾപ്പെടെ ഈ ഇളവ് ബാധകമാണ്. കച്ചവട സ്ഥാപനങ്ങൾ, വിവാഹ ഹാളുകൾ, സിനിമാ തിയേറ്ററുകൾ, വിനോദ കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിലും ഇനി മുതൽ സാമൂഹിക അകലത്തിന്റെ പേരിലുള്ള നിയന്ത്രണങ്ങൾ ആവശ്യമില്ല. ശേഷിക്കനുസരിച്ച് തന്നെ എത്ര ആളുകളെയും ഇവിടങ്ങളിൽ പ്രവേശിപ്പിക്കാം. തുറസായ സ്ഥലങ്ങളിൽ മാസ്ക് ധരിക്കണമെന്ന നിബന്ധനയും പൂർണ്ണമായി ഒഴിവാക്കിയിട്ടുമുണ്ട്. അതേസമയം അടച്ചിട്ട സ്ഥലങ്ങളിൽ ധരിക്കണം. മസ്ജിദുൽ ഹറാം, മസ്ജിദുൻ നബവി തുടങ്ങിയ തീർത്ഥാടന കേന്ദ്രങ്ങൾക്കകത്തും മറ്റടച്ചിട്ട ഇടങ്ങളിലും മാസ്ക് ധരിക്കണമെന്ന നിബന്ധന തുടരും. കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ ചില രാജ്യങ്ങൾക്ക് ഏർപ്പെടുത്തിയ വിമാന വിലക്കും ഒഴിവാക്കിയതായി ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കി. ഒമിക്രോൺ വ്യാപനം രൂക്ഷമായ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നുൾപ്പെടെ നേരിട്ടുള്ള വിമാനങ്ങൾക്ക് ഏർപ്പെടുത്തിയിരുന്ന വിലക്കാണ് പിൻവലിച്ചത്. ദക്ഷിണാഫ്രിക്ക, നമീബിയ, ബോട്സ്വാന, സിംബാബ്വെ, ലെസോത്തോ, എസ്വാത്തിനി, മൊസാംബിക്, മലാവി, മൗറീഷ്യസ്, സാംബിയ, മഡഗാസ്കർ, അങ്കോള, സീഷെൽസ്, കോമറോസ്, നൈജീരിയ, എത്യോപ്യ, അഫ്ഗാനിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങൾക്കായിരുന്നു അവസാനമായി യാത്രാവിലക്ക് നിലനിന്നിരുന്നത്. ഇതോടെ കോവിഡിന്റെ പേരിൽ ഇനി ഒരു രാജ്യത്ത് നിന്നുള്ള വിമാനത്തിനും വിലക്കില്ല. ലോക മുസ്ലിങ്ങളുടെ തീർത്ഥാടന കേന്ദ്രമായ മക്ക, മദീന എന്നിവിടങ്ങളിലേക്കുള്ള പ്രവേശനത്തിനായി ഏർപ്പെടുത്തിയിരുന്ന നിയന്ത്രണങ്ങൾ അധികൃതർ ഒഴിവാക്കിയിട്ടുണ്ട്. മക്ക, മദീന ഹറമുകളിൽ നമസ്കാരത്തിന് ഇനി മുതൽ പെർമിറ്റ് വേണ്ട. പ്രവേശിക്കുമ്പോൾ മാസ്ക് ധരിക്കണം. എന്നാൽ ഉംറ തീർത്ഥാടനത്തിന് എത്തുന്നവർക്കുള്ള പെർമിറ്റ് രീതി തുടരുന്നതായിരിക്കും. 5 വയസ്സിന് മുകളിലുള്ളവർക്ക് ഇമ്മ്യൂൺ സ്റ്റാറ്റസ് ഉണ്ടെങ്കിൽ ഉംറ ചെയ്യാം. ഹറമിൽ നമസ്കാരത്തിൽ പാലിക്കുന്ന ശാരീരിക അകലവും ഒഴിവാക്കി. ഇന്നു മുതലുള്ള എല്ലാ നമസ്കാരങ്ങളിലും പരസ്പരം ചേർന്ന് നിൽക്കാം. മക്കയിലെയും മദീനയിലെയും ഹറമുകളിൽ എന്ന പോലെ മദീനയിൽ പ്രവാചകൻ അന്ത്യവിശ്രമം കൊള്ളുന്ന റൗദ ഷരീഫിലെ പ്രവേശനത്തിനും ഇനി മുതൽ പെർമിറ്റ് വേണ്ട എന്നാണ് അധികൃതർ വ്യക്തമാക്കിയിട്ടുള്ളത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.